ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തൃശ്ശൂർ പോയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ മമ്മിയുടെ അടുത്താണ് ആദ്യം പോയത്. ഞങ്ങൾ റിസൾട്ട് അറിഞ്ഞിട്ട് മമ്മിയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മമ്മിക്ക് കുർബാനയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുർബാന ഒപ്പീസും കഴിഞ്ഞ് ഞങ്ങൾ മമ്മിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അക്കിയുടെ അവിടെ പോയിട്ടാണ്. അപ്പോൾ അക്കിയുടെ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ചാക്കോച്ചനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തൊട്ടൊരു ഫുൾ ഡേ ഞങ്ങൾ ചാക്കോച്ചൻ്റെ കൂടിയാണ്. ഇംഗ്ലീഷുകാരൻ ഫോർക്ക് കൊണ്ട് കഴിക്കുള്ളൂ. ചാക്കോ തന്നെ തിന്നാനോ പഞ്ചസാര മാത്രം അത് മാത്രമാണ് കഴിച്ചോണ്ടിരിക്കണേ അല്ലടാ ചക്കര ആനോ അല്ലേ തുമ്മു എവിടിച്ചു പോയി അതറിയില്ല. പാച്ചു എവിടേക്ക് പോയി? ചേച്ചിയോ അവിടെ ഉണ്ടല്ലേ. അക്കിന്റെ മോനാരാ? ഞാനാണോ? അല്ല ഞാനല്ലേ അക്കിന്റെ മോളല്ലേ ഞാൻ? സുന്ദരിയാക്കി പൊന്നാരാ? ഞാനല്ലേ അല്ല ഞാൻ ഒരടി വെച്ചു കൊടുത്ത് ചേട്ടന്, ഒരടി വെച്ചു കൊടുത്ത്. എണീക്കാൻ പറ, അടി വെച്ചു കൊടുത്ത്. എണീക്കാൻ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അന്നയ്ക്കും ഏഞ്ചലിനാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, അവരുടെ അത്ര ഭയങ്കരമായി ഇഷ്ടമല്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചേച്ചി ഉണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരി അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ചോറുണ്ടു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കി നമ്മൾ വരുന്നതിന് സ്പെഷ്യലായിട്ട് അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നോണൊന്നും കഴിക്കില്ല, അങ്ങനെ ഉണ്ടാക്കിയതാണ്. എവിടെ പോയി ചേച്ചി? അവിടെ പോയി ഇനി എന്താ? ചാക്കോൻ്റെ കൂടെ കുറേ അവന് ഏറ്റവും ഇഷ്ടം ഒളിച്ച് കളിക്കുന്നത്. അത് ഒളിച്ച് കളിയൊക്കെ കളിച്ചപ്പോൾ കുറേ നാൾക്ക് ശേഷം കളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ കുറേ നാൾക്ക് ശേഷം ഒരു കുഞ്ഞു കുട്ടിയോട് ത്രൂ ഔട്ട് നിൽക്കണത്. അപ്പോൾ ത്രൂ ഔട്ട് ചാക്കോച്ചൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായി. അവൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. വെൽക്കം. നോക്കട്ടെ ചാക്കോനെ, നോക്കട്ടെ സുന്ദരനായി, നോക്കട്ടെ ആ സുന്ദരനായല്ലോ. അക്കിക്ക് കാണിച്ചു കൊടുക്ക. അക്കിക്ക്
എനിക്കൊരു ഹൈഫൈ. ഹായ് ഫൈ. സാധാരണ കുഞ്ഞു കുട്ടികൾ അങ്ങനെ പോസ് ചെയ്യാമല്ലോ. ഇത് പേപ്പന് അവന് കറക്റ്റ് പോസ് ചെയ്താൽ കൊടുക്കണേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അവന് ഭയങ്കര ഇവിടെ വന്ന ശീലമാണല്ലോ. പേപ്പൻ്റെ അക്കിയുടെ മോനാ. ഇതിപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബെന്നുട്ടൻ ഡയോൻ്റെ മോൻ വരുമ്പോഴാണ് അവൻ അമ്മാമേനെ മാത്രം കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇവിടെ ഇവൻ എൻ്റെ അക്കി എൻ്റെ പേപ്പനാന്ന് പറയുമ്പോഴാണ് ഇനി എന്തുണ്ടാവും എന്ന് വരുമ്പോൾ കാണാം. എല്ലാവരും വരും. ഇങ്ങോട്ട് വാടാ. അക്കി ഇങ്ങനെ നടക്കാം എൻ്റെ മോൻ. കാണിച്ചേ. ഇപ്പം നിങ്ങൾക്കൊരു സീൻ കാണാം. അവൻ്റെ അപ്പം എന്ന് വെച്ചാൽ അവൻ്റെ ജീവനാണ്. അപ്പോൾ ഡോൺ വരുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു ആഹ്ലാദ പ്രകടനം ഉണ്ട്. ഇപ്പം കാണാട്ടോ, ഭയങ്കരമുണ്ട്. എന്ത് പോസ്റ്റ് അവിടെ നിന്ന് മോഹൻലാലോ ഞാൻ അവിടെ അവൻ വീഴാൻ പോയി പറയും, നീ തലയെ കുത്തിയോ തല പറഞ്ഞോ വീണോ ചെടിച്ചിട്ട് മാത്രം പറിച്ചിടരുത്. ഇത് കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾക്ക് സെലിബ്രേഷൻ അതിന് മാർക്ക് കിട്ടിയാണ്. പക്ഷെ ഇത്ര അടിപൊളിയാക്കുമെന്ന് വിചാരിച്ചില്ല. ഇവർ പൂമാലിട്ട് സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവനത് തമാശയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സീരിയസ് ആണെന്ന് ഇത് വന്നപ്പോൾ സത്യമായിട്ട് പറഞ്ഞു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയി അവൻ. ശരിക്കും ഞാനും എല്ലാവരും ഹാപ്പിയാണ്. ആരും എല്ലാവരും ഹാപ്പി. ഒന്നുകൂടി കൊടുക്കോ, ഞാൻ കട്ടില്ല. ഒന്നുകൂടി കൊടുക്ക് തൊമ്മ, ഒന്നുകൂടി കൊടുക്ക്. അമ്മേ ഇതക്രമായിട്ടോ, ഇത് അടിപൊളിയായിട്ടാ, ഇത് സൂപ്പറായി. ഞങ്ങളുടെ തക്കുടൂര് ഫോട്ടോ സൂപ്പറായിട്ട്. ഇത് അന്നത്തെ ഫോട്ടോ വേണ്ടി മാത്രം എടുത്ത ഫോട്ടോ അത്. ഇത് സൂപ്പറായി. നല്ല ഫോട്ടോ ഫ്ലെക്സ് നോക്കി, ഫ്ലെക്സ് അത് പൊളിച്ചു. ഫ്ലെക്സ് ഫ്ലെക്സ് to our beloved Takru. Congratulations. ഇതാണ് ഇതെന്റെ കഴുത്തിലൊക്കെ ഇട്ടേക്കണത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവരാകെ നടക്കണേ. കുട്ടി പറയുമ്പോൾ പ്രതീക്ഷിച്ചില്ല.
ഇത് കഴിഞ്ഞിട്ട് ഫ്ലെക്സും പൂമാലൊക്കെ ഇട്ടിട്ട് ഡിവൈൻ എല്ലാവരുടെയും വക ഫോട്ടോ സെഷൻ ആയിരുന്നു കേട്ടോ. ഡിവൈനും ഓച്ചും എല്ലാവരും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് ഭയങ്കര ഞെട്ടിക്കുന്ന സർപ്രൈസ്. ഇവർ പറയുന്നുണ്ടെങ്കിലും തമാശയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്ലെക്സ് ഡാഡി ഇപ്പോഴും പറയും ഫ്ലെക്സ് അങ്ങനെ ഓരോരുത്തരുടെ A+ കാണുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ വെക്കലും എറണാകുളത്ത് അങ്ങനെ വെക്കലൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇവിടെയൊന്നും കണ്ടിട്ടില്ല. ചിലർ വെക്കാറുണ്ട്, നമ്മളങ്ങനെ വെച്ചിട്ടില്ല. പക്ഷെ ഇത് ശരിക്കും അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞു, ഇത് റിസൾട്ട് വന്നപ്പോൾ ഡയോൺ പറഞ്ഞു ഫ്ലെക്സ് അടിക്കണം എന്ന്. അപ്പം മണി പറഞ്ഞു ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ സ്പേസ് തരാമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ തമാശയായിട്ട് നമ്മളെടുത്തത്. പക്ഷേ ശരിക്കും പിന്നെ ഓച്ചു സെലിബ്രേഷനിൽ നിന്ന് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ അടിപൊളിയാക്കി ഞെട്ടിച്ച് കളഞ്ഞു. അക്കിയുടെ അവിടെ ഞങ്ങളെല്ലാവരും കൂടി. പിന്നെ കണ്ട ചാക്കോച്ചൻ ആദ്യം തന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോഴേക്കും പാത്രവനറിയാം, പാത്രം കൊണ്ടുവന്നു കേക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടി നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. വീഡിയോയിലെല്ലാവരും ഉണ്ട്. ആരെങ്കിലും പാട്ട് പാട്. കൺഗ്രാജുലേഷൻ. ആ പാട്ട് പിന്നിൽ വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ കോപ്പിറൈറ്റ് കിട്ടും. ഡാഡിക്ക് ഓടിക്കോട്ടാ. അക്കിക്ക് നല്ല കേക്ക് അക്കിക്ക് കൊടുക്കട്ടാ. അതെ എടുക്ക ഇതൊരു സ്നേഹ സമ്മാനം. ഓച്ചുനും മാത്രമുള്ളൂ തോന്നുന്നുണ്ട്. ഡിവൈന് കൊടുത്തു. അല്ല കത്തിയത് ശരിയാ. അതെ എന്താ ഭയങ്കര ഞെട്ടിപ്പോയി. ഭയങ്കര സർപ്രൈസ്. ഞങ്ങൾ കുതിര പുറത്തോണ്ടാവും പിന്നെടുക്കാന്നില്ലേ അല്ല എന്തിനാ അച്ചടക്കത്തിലെ കുട്ടികളിരുന്ന് കഴിക്കണേ? നിങ്ങൾ മണിയുടെയും ഡിവൈൻ്റെയും വീഡിയോയിൽ ഇത് ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ അടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടത്. ഡിവൈൻ്റെ വീഡിയോയിൽ പറയേണ്ടതെന്ന് തക്കുടന് വിഷമമായോ സങ്കടമായോ എന്നൊന്നും അറിയില്ല. തക്കുടൊന്നും ഇതുകൊണ്ട് അവൻ അത് ആ ഒരു സെൻസിലെടുത്തുള്ളൂ. എന്തായാലും അവന് ഭയങ്കര ഹാപ്പിയായി. ഒരിക്കലും വിചാരിക്കാത്ത ഒരു സർപ്രൈസ് തന്നെയാണ് നിങ്ങൾ തന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചോട്ടെ. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു സൽക്കാരത്തെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോക്കോബാറും സിപ്പപ്പും ഒക്കെ കഴിച്ചു. പിള്ളേർക്ക് എന്നെ കണ്ട സിപ്പപ്പ് വേണം. അപ്പോൾ ഞാൻ സിപ്പപ്പ് എന്തായാലും എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ പറയണ്ടേ. ഞങ്ങൾ ലേഡീസ് ഏറ്റവും ലാസ്റ്റ് ഇരുന്ന് വിശദമായിട്ടിരുന്ന് സംസാരിച്ച്. അപ്പോൾ എന്താ പറയുക സമാധാനത്തിൽ കഴിക്കുമല്ലോ. ആദ്യത്തിൽ കഴിക്കുമ്പോൾ വേഗം കഴിച്ച് അവരൊക്കെ എണീറ്റു. ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ ഞങ്ങൾ വല്ലാണ്ട് ലേറ്റായില്ല, കാരണം ഞങ്ങൾക്കും പോകണമായിരുന്നു. അപ്പോൾ ആദ്യം മണി അവരൊക്കെ പോയി. അതിന് മുമ്പ് ഇവിടെ കലാപരിപാടികളുണ്ട് കേട്ടോ പിള്ളേരുടെ. എൻ്റെ പൊന്നോ, ചാക്കോച്ചനും പാച്ചു അന്ന് ഫോമായിരുന്നു. തൊമ്മു അന്ന് ഫുള്ള് സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു. ഇപ്പോൾ കാണാം കേട്ടോ ഡാൻസ്. ഇതക്കി തമാശയ്ക്ക് കരയണ കാണിക്കുമ്പോൾ ചാക്കോച്ചൻ കാണിക്കുന്നുണ്ട. അക്കി കരയണമെന്ന് കണ്ടാൽ അവനെ സഹിക്കില്ല. അപ്പോൾ അവനെ ആശ്വസിപ്പിക്കുന്നതൊക്കെയാണ്. എന്തൊക്കെയോ അവൻ്റെ ഭാഷയിൽ പറയുന്നുണ്ട് അക്കിയോട് കരയണ്ടെന്നൊക്കെ.
ചേട്ടിലെ കുട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസ് ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെയായിട്ടും പിന്നെ ഡാഡിയുടെ കൂടെ നിന്നും ഡിവൈൻ ഞങ്ങളുടെയൊക്കെ കൂടെ നിന്ന് ഡിവൈനും അവനും കൂടിയൊക്കെ നിന്ന് പിന്നെ എൻ്റെ ഒരു നല്ല ഫോട്ടോ ഡിവൈൻ്റെ ക്യാമറയിൽ എടുത്ത് അടിപൊളിയായിരുന്നു എനിക്ക് എടുത്തു തന്നെ. വണ്ടി തിരിക്കുക പിള്ളേരുടെ മനസ്സിൽ കള്ളമില്ല. സ്റ്റാർട്ടാക്കണ അവനെ ഓടിക്കുന്നുള്ള പോലെയാ. അത് കഴിഞ്ഞ് അവർ പോയതിൻ്റെ പിന്നാലെ ഞാൻ ഒതുക്കിയൊക്കെ വെച്ച് ചേച്ചി ഉണ്ടായിരുന്നില്ല, ചേച്ചി പാലക്കാട് പോയി കിടന്നു. അപ്പോൾ ഒതുക്കിയൊക്കെ വെച്ച് ഞങ്ങൾ അന്ന് രാത്രി ഡാഡിയുടെ അവിടെ ഫ്ലാറ്റിൽ പോയി കിടന്നു കേട്ടോ. ബാക്കിയോടും പേപ്പറോടൊക്കെ യാത്ര പറഞ്ഞു, ഇനി പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് പോന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ഫ്ലാറ്റിൽ പോയി. ഫ്ലാറ്റിൽ പോയിട്ട് ആദ്യം ചെയ്തത്, കാരണം ഈ മാല ഞങ്ങൾക്ക് ഒരിക്കലും മമ്മീനെ മാല ഇട്ട് കാണാൻ മാനസികമായിട്ട് ഇഷ്ടമില്ല, പക്ഷേ എന്തോ ഈ മാല മമ്മിയുടെ ഫോട്ടോയിൽ ഇടാൻ തോന്നി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ നേരത്തെ പോയി. എറണാകുളത്ത് എത്തിയിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ എൻ്റെ കസിൻ്റെ, അപ്പോൾ അത് നേരത്തെ പോയി. അത് കഴിഞ്ഞ് ഫ്ലെക്സ് കൊണ്ടുപോയി അവൻ്റെ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.